ശ്രീരാമായ നമോ നമ. സർഗം 85. നികുംഭിലാഭിയാനം. സീതാരാമഗുണ രാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വര കപീശ്വരവും. ഇങ്ങനെ ഒരു മായ കൊണ്ടുള്ള സീതയുണ്ടാക്കി കൊന്ന് അത് കണ്ട് പേടിച്ച് വാനരന്മാരും ഹനുമാനൊക്കെ ചെന്ന് അറിയിച്ചതോടുകൂടി വിഷണ്ണനായ രാമനെ പല വിധത്തിൽ ആശ്വസിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അപ്പോഴാണ് വിഭീഷണൻ സേനകളെയൊക്കെ ശ്രീരാമൻ പറഞ്ഞ പോലെ ഓരോരോ ദിക്കിൽ വിന്യസിച്ച ശേഷം തിരിച്ചു വരുന്നത്. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് മായയാണെന്നൊക്കെ പറഞ്ഞാലും വിഷണ്ണനായ രാമനത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ശോകം കൊണ്ട് ഉലഞ്ഞ രാഘവൻ വിഭീഷണൻ പറഞ്ഞതിനെ വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. കപിസംഘത്തിന് മുന്നിൽ വെച്ച് രാഘവൻ ധൈര്യം ഉൾക്കൊണ്ട് പറയണം, അല്ലയോ നൈർത രാജ, രാക്ഷസരാജ, താങ്കൾ പറഞ്ഞ നിർദ്ദേശം ഒന്നുകൂടി പറയാമോ എന്ന്. മനസ്സ് വലിഞ്ഞപ്പോൾ ഒന്നും കേട്ടില്ലല്ലോ, വ്യക്തമായല്ലോ. അപ്പൊ ഒന്നും കൂടി പറയാൻ പറഞ്ഞപ്പോൾ വാക്യകോപിതനായ വിഭീഷണൻ പറയാണ്, അങ്ങ് പറഞ്ഞ പ്രകാരം സേനാവ്യൂഹങ്ങളെ ഞാൻ വിന്യസിച്ചു നിർത്തി. ഓരോരോ യൂഥപതികളെയും അവരവരുടെ മേന്മയ്ക്കനുസരിച്ച് സ്ഥിതി ചെയ്യിച്ചാണ് ഞാൻ മടങ്ങി വരുന്നത്. ഓരോരുത്തരെ കമാൻഡേഴ്സിനെ അവരുടെ റാങ്കിനനുസരിച്ച് അങ്ങനെ കൃത്യമായി വെച്ച് മാർച്ച് ചെയ്യിച്ച ശേഷമാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. എനിക്ക് മറ്റൊന്നും കൂടി പറയാനുണ്ട് രാഘവ. കാരണമില്ലാതെ അങ്ങ് വിഷമിച്ചാൽ ഞങ്ങളൊക്കെ വിഷണ്ണരാകും. അങ്ങയുടെ ഈ സന്താപം ശത്രുക്കളുടെ സന്തോഷം വളർത്തുന്നതാണ്. അത് ഉപേക്ഷിക്കൂ. പ്രയത്നശീലനായി എഴുന്നേൽക്കൂ. സന്തോഷം അവലംബിക്കൂ. എന്നിട്ട് നിശാചര്യയെ വകവരുത്തൂ. എങ്കിലേ സീത കൈവരൂ. അങ്ങയ്ക്ക് ഇപ്പോൾ ഹിതമായത് പറയട്ടെ. വലിയൊരു പടയുമായി ലക്ഷ്മണകുമാരൻ പുറപ്പെട്ട് നികുംഭിലയിലെത്തി വിഷം ചീറ്റുന്ന പാമ്പുകൾ പോലുള്ള ബാണങ്ങളെയ്ത് രാവണിയെ യുദ്ധം ചെയ്ത് കൊല്ലട്ടെ. രാവണന്റെ മകൻ ഇന്ദ്രജിത്ത്. ഇനി രാവണി ഒരാളല്ലോ, അക്ഷയകുമാരൻ മരിച്ചുള്ളൂ. അപ്പൊ രാവണി ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം തപസ്സുകൊണ്ട് കൈവരിച്ചവനാണ്. കാമയാനങ്ങളായ പോർക്കുതിരകളെയും അവന് കൈവരിച്ചു കഴിഞ്ഞു. കാമയാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം മാതിരി സഞ്ചരിക്കുന്നത്, എവിടേക്കാണ് വിചാരിച്ചാൽ അവിടേക്ക് സഞ്ചരിക്കുന്ന പോർക്കുതിരകളും ഈ ബ്രഹ്മശിരസ് എന്ന അസ്ത്രവും അവന്റെ കയ്യിലുണ്ട്. അവനിപ്പോൾ നികുംഭലയിൽ പടയുമായി ചെന്നിട്ടുണ്ടാവും. അവിടെ വെച്ച് അവന് ചെയ്യാനുള്ള കർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ മരിച്ചു എന്ന് കൂട്ടിക്കൊള്ളുക. നമ്മൾ കണ്ടുവല്ലോ, ഇതിനു മുമ്പേ ആടിനെ അറുത്ത് ഹോമിച്ച് ബ്രഹ്മശിരസ് ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ടാക്കിയിട്ടാണല്ലോ ഇവരെ മുഴുവൻ വീഴ്ത്തിയത് ഇതിനു മുമ്പേ, മരുതാമല കൊണ്ടുവരുന്നതിന് മുമ്പേ. അപ്പം ആ മാതിരി എവിടെയും അഗ്നിഹോമം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ദ്രജിത്ത് പുറപ്പെടുക. ബ്രഹ്മദേവൻ ഇന്ദ്രജിത്തിന് വരം കൊടുക്കുകയോ ഇങ്ങനെ പറഞ്ഞു അത്രേ, നിനക്ക് എല്ലായ്പ്പോഴും ശത്രുക്കളെ ജയിക്കാൻ പറ്റും, പക്ഷേ നീ ഒരിക്കൽ നികുംഭലയിൽ എത്താതെ യുദ്ധത്തിന് പുറപ്പെട്ടു എങ്കിൽ അത് കുഴപ്പമാണ്. അതുപോലെ തന്നെ അഗ്നിക്ക് ആഹ്വാനം ചെയ്യാതെ നീ യുദ്ധത്തിന് പുറപ്പെട്ടാലും അത് കുഴപ്പമാണ്. നീ നികുംഭലയിൽ എത്താതെ, നികുംഭലാം അസംപ്രാപ്തം അകൃതാഗ്നിം ച യോ രിപു ത്വം ആതതായനം ഹന്യാൽ. നീ നികുംഭലയിൽ എത്താതെ അതുപോലെ തന്നെ അഗ്നിക്ക് ആഹ്വാനം ചെയ്യാതെ യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ, ആതതായി ആയി കഴിഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറാവുക. ഇത് രണ്ടും ചെയ്യാതെ യുദ്ധത്തിന് എപ്പോ ഇന്ദ്രജിത്ത് പുറപ്പെടുന്നു അപ്പം നിന്നെ പ്രാപിക്കുന്ന ശത്രുവാണ് നിന്റെ മരണം. അപ്പോ അവന്റെ മരണമായിട്ട് ലക്ഷ്മണൻ അവിടെ ചെല്ലണം. അവൻ നികുംഭലയിലെത്തി ഹോമം ചെയ്യണതിന് മുമ്പേ അവനെ തടുക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ, നമ്മുടെ പദ്ധതി അതാണ്. ഹേ പ്രഭു, അതിനാൽ ഇന്ദ്രജിത്തിനെ വധിക്കാൻ അങ്ങുടൻ ആജ്ഞ നൽകണം. അവൻ കൊല്ലപ്പെട്ടു എന്നാൽ രാവണനും കൂട്ടരുമൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം. ശ്രീരാമൻ പറഞ്ഞു, ശരിയാണ്. ഈ ബ്രഹ്മ അസ്ത്രധാരിയായ മായാവി വരുണനെയും മറ്റ് ദേവതകളെയും യുദ്ധത്തിൽ മോഹാലസ്യപ്പെടുത്തുന്നവനാണ്. അവൻ മായ കാട്ടി ആകാശത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ വൻ മേഘമാലയിൽപ്പെട്ട സൂര്യന്റെ ഗതി എന്ന പോലെ അവന്റെ ഗതി നമുക്കാർക്കും പിടികിട്ടാത്തതുമാണ്. ലക്ഷ്മണനോട് പറയാണ്, അല്ലേ ലക്ഷ്മണ, സുഗ്രീവ സൈന്യത്തെയും മഹേന്ദ്രന്മാരായ ഹനുമാൻ, ജാമ്പവൻ എന്നിവരെയും ചേർന്ന് നീ മായാവിയെ വകവരുത്തേണ്ടതാണ്. ഉടനെ പുറപ്പെടും. നിങ്ങളങ്ങോട്ട് ചേർന്ന് പുറപ്പെട്ടാൽ പിന്നാലെ ഈ രാക്ഷസേന്ദ്രൻ 4 മന്ത്രിമാരുമൊത്ത് നിങ്ങളെ അനുഗമിക്കും. ഉടനെ ലക്ഷ്മണൻ ഏട്ടൻ്റെ ആജ്ഞ അനുസരിച്ച് കവചം ധരിച്ച് വാൾ ഉറയിലെടുത്തിട്ട് ശ്രേഷ്ഠമായ വില്ല് ആവനാഴിയൊക്കെ ധരിച്ച് രാമവാദങ്ങളെ വണങ്ങിക്കൊണ്ട് പറയണം,
ഇന്നീ വില്ലിൽ നിന്ന് ഉയരുന്ന ബാണങ്ങൾ രാവണിയെ ലങ്കയിലെത്തും. അരയന്യങ്ങൾ പുഷ്കരിണിയിൽ എന്ന പോലെ. ഹംസങ്ങള് താമരയുള്ള കുളം കണ്ടു കഴിഞ്ഞാൽ ചറപറാന്നും ഒക്കെ കൂടി വന്നങ്ങനെ വീഴും. താമരക്കുളത്ത് താമരത്തണ്ട് തിന്നാനാണ് ഹംസങ്ങൾക്ക് സ്വാതന്ത്ര്യം. അപ്പൊ ആ പുഷ്കരിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയുള്ള കുളം. അപ്പൊ ആ താമരയുള്ള കുളങ്ങൾ കണ്ട ഹംസങ്ങൾ പെട്ടെന്ന് പറന്നെത്തണം മാതിരി എൻ്റെ അസ്ത്രങ്ങൾ ലങ്കയിലെ മുഴുവൻ അങ്ങനെ പറന്നെത്തും എന്നാണ് ലക്ഷ്മണൻ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ മേഘനാഥ വധം ഉറപ്പിച്ച് ശ്രീരാമനെ വലം വെച്ച് ശ്രീരാമപാദ അഭിവാദ്യം ചെയ്ത് നികുംഭല ലക്ഷ്യം വെച്ച് പുറപ്പെട്ട ലക്ഷ്മണൻ മംഗളചര്യ ചെയ്ത് വിഭീഷണനെയും കൂട്ടി പുറപ്പെട്ടപ്പോൾ ഹനുമാൻ ആയിരക്കണക്കിന് വാനരവീരന്മാരും ഒത്ത് പിന്നാലെ കൂടി. വഴിക്ക് വെച്ച് അവിടെ കാത്തു നിൽക്കുന്ന കരടിപ്പടയുമായി ജാമ്പവാനും ഒപ്പം ചേർന്നു. കുറെ ചെന്നപ്പോൾ അകലെ രാക്ഷസ സേനാവ്യൂഹം കാണാറായി. ബ്രഹ്മവിധി അനുസരിച്ച് മായയെ ഉൾക്കൊള്ളാൻ പോകുന്ന രാവണിയുടെ പദ്ധതികളെ തകർക്കാൻ ലക്ഷ്മണൻ ഉറപ്പിച്ചു. എന്നിട്ട് വിഭീഷണനോടും അംഗദനോടും വായുപുത്രനോടും തൻ്റെ പദ്ധതിയും അവിടെ രഹസ്യമായി പറഞ്ഞു. പിന്നീട് അങ്ങനെ കൊടിക്കൂറകളാലും മഹാരഥങ്ങളാലും നിറഞ്ഞു നിൽക്കുന്നതും ധാരാളം അസ്ത്രശസ്ത്രങ്ങളുടെ കലവറയും ആയി തിളങ്ങി നിൽക്കുന്നതുമായ ശത്രുസൈന്യത്തിലേക്ക് ലക്ഷ്മണൻ കടന്നു കയറി. ഒരു ധീരൻ ഇരുട്ട് മുറിച്ച് കിടക്കുന്നത് മാതിരി. പ്രതിഭയം അപ്രമേയ വേഗം തിമിരമിവ ദ്യുഷതാമ്പലം വിവേശ. തിമിരമിവ ഇരുട്ടിലേക്ക് ധീരന്മാർ ഒരു ശങ്കയും കൂടാതെ ഇരുട്ടിലേക്ക് ഇറങ്ങില്ലേ, ആ മാതിരി ദ്യുഷതാമ്പലം വിവേശ, ശത്രുക്കളുടെ പടയിലേക്ക് ലക്ഷ്മണൻ അങ്ങനെ ആട്ടിച്ചിറങ്ങി എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. യുദ്ധേ ദശാസ്ത്രം ത്രിഭുവനവിഷമം മാമഹത്തേന ബാണം ചാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമയൻ ബാണം ഏകം ആരക്രോപാന്തനേത്ര സരദളവപു കൊടിസൂര്യപ്രകാശ വീരശ്രീബന്ധുരാംഗ ത്രദശ പതിനുത പാതുമാം വീരരാമ.